പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസം കർത്താവിന് നന്ദി പറയുകയാണ്. വാട്ട് എ ഗ്രേറ്റ് ഡേ ദ ലോർഡ് ഹാസ് ഗിവൺ us. കർത്താവ് നമുക്കായിട്ട് ഈ ദിവസം ഒരുക്കിയല്ലോ. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ തല ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചല്ലോ. നന്ദി എന്നൊരു വാക്കല്ലാതെ മറ്റൊന്നും പറയാനില്ല. വാസ്തവത്തിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ദേശമായ കേരളം മുഴുവൻ പ്രയാസങ്ങളിലും പ്രതിസന്ധിയിലും കടന്നു പോവുകയാണ് അല്ലേ. വല്ലാത്ത ഒരു വെള്ളപ്പൊക്ക ദുരിതങ്ങൾ അനേകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അതിനായിട്ട് കർത്താവിന് നന്ദി എന്നൊരു വാക്കല്ലാതെ മറ്റൊന്നും പറയാനില്ല. നമ്മുടെ സഹജീവികൾ, നമ്മുടെ കൂട്ടു സഹോദരി സഹോദരന്മാർ, നമ്മുടെ സഭയിൽ വരുന്നവർ, നമ്മുടെ അയൽവക്കത്തുള്ളവർ, നമ്മുടെ തൊട്ട് അടുത്ത ഗ്രാമത്തിലുള്ളവർ, അങ്ങനെയൊക്കെ അനേകർ പ്രയാസങ്ങളിൽ കടന്നു പോകാൻ ഈ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതങ്ങൾ ഒത്തിരി പേര് അനുഭവിക്കുകയാണ്. എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും. ഞാനൊരു കാര്യം പറയാം, കർത്താവ് തന്റെ വാക്ക് വിട്ട് ഒരിക്കലും കർത്താവ് ഒന്നും ചെയ്യത്തില്ല. ഒരു നാളും ഞാൻ കൈവിടത്തില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു നാളും കൈവിടത്തില്ല. ഏത് പ്രതിസന്ധിക്കകത്തും കർത്താവ് കൂടെ തന്നെയുണ്ട്. കർത്താവ് ഒരിക്കൽ പത്രോസിനോട്, ഞാൻ ഇന്ന് ആ അധ്യായത്തിൽ നിന്ന് തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുക. പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ഇതിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ഈ ലോകത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. പലപ്പോഴും നമ്മൾ കർത്താവിന്റെ അടുത്ത് വരുമ്പം നമ്മുടെ ആഗ്രഹം നമുക്ക് കർത്താവിൽ നിന്ന് എന്ത് പ്രാപിക്കാം അല്ലേ, എനിക്ക് എന്ത് കിട്ടും അല്ലേ. അതാ നമ്മുടെ എല്ലാവരുടെയും ഒരു ചിന്ത. എനിക്ക് ഇന്ന വിഷയമുണ്ട്, ആ വിഷയത്തിന് വിടുതൽ വേണം, ആ വിഷയത്തിന് അങ്ങനെ നമ്മൾ കർത്താവിൽ നിന്നും പലതും ആഗ്രഹിക്കുക അല്ലേ. പക്ഷേ ഇന്ന് കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിലധികമായി എന്നെ സ്നേഹിക്കുന്നു, നിനക്ക് എനിക്ക് വേണ്ടി നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അതായിരിക്കണം എനിക്ക് കർത്താവെ നിനക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, എൻ്റെ സഹജീവികൾക്ക് വേണ്ടി, എൻ്റെ ചുറ്റുപാടും കാണുന്നവർക്ക് വേണ്ടി എനിക്ക് എന്നാ ചെയ്യാൻ സാധിക്കും? പ്രൈസ് ലോർഡ്. നിങ്ങൾ ആ ഒരു ഫോക്കസിൽ നിങ്ങളുടെ ജീവിതം പണിയാൻ തുടങ്ങിയാൽ ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. കർത്താവ് അത് ആഗ്രഹിക്കുക. കർത്താവ് നോക്കിക്കേ, 99 വിട്ട് നഷ്ടപ്പെട്ട ഒരെണ്ണത്തിന്റെ പുറകെ പോയി. മുറിവ് കെട്ടുന്ന കർത്താവാണ്. നല്ല ശമരിയാക്കാരനെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട് അല്ലേ. അവിടെ പുരോഹിതനും ലേവ്യനും ആ വഴി കടന്നുപോയി. അവരായിരുന്നു വാസ്തവത്തിൽ കരുതേണ്ടത് അല്ലേ. അവരാണ് ദേവാലയത്തിൽ ഏറ്റവും അടുത്ത്, ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയായിരുന്നു ആ ലേവ്യനും ആ പുരോഹിതനും. അവര് ആയിരുന്നു വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ കരുതേണ്ടത്. പക്ഷെ അവിടെ ഒരു നല്ല ശമരിയാക്കാരനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, ഒരു നല്ല ശമരിയാക്കാരനുണ്ട്, മുറിവുകൾ കെട്ടുന്ന. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ചോദിക്കാം, മറ്റുള്ളവരുടെ മുറിവുകളെ കെട്ടാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ കർത്താവിൽ നിന്ന് എന്ത് പ്രാപിക്കാമെന്നല്ല, നമുക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് എന്ത് ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് പ്രയോജനപ്പെടാൻ സാധിക്കും? അങ്ങനെ ഒന്ന് ഹൃദയം ഒന്ന് തുറന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആൻഡ് യു വിൽ ലാക്ക് നത്തിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരരുത്. നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മുഴുവൻ ദൈവരാജ്യവും നിങ്ങൾക്ക് വേണ്ടി നിൽക്കും. എൻ്റയർ ഹെവൻ വിൽ സ്റ്റാൻഡ് ഫോർ യു. മുഴുവൻ സ്വർഗവും നിങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ സാധിക്കും. അതല്ലേ മത്തായി സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക്, മുമ്പേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും, ബാക്കി സകലതും അതോടുകൂടെ ചേർക്കപ്പെടും. നോക്ക്, നമ്മുടെ സെറ്റ് യുവർ പ്രയോറിറ്റി. നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ കിങ്ഡം കോൺഷ്യസ് ആണെങ്കിൽ, നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, ദൈവരാജ്യത്തിന് എനിക്ക് എന്നാ പ്രയോജനപ്പെടാൻ പറ്റും, എനിക്ക് കർത്താവിൽ നിന്ന് എന്ത് കിട്ടുമെന്നല്ല, എനിക്ക് എന്നാ പ്രയോജനപ്പെടാൻ പറ്റും, അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം, ഒന്നിനും കുറവ് വരത്തില്ല. ഞാൻ എൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ എല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളപ്പൊക്കത്തിന്റെ അനുഭവങ്ങളൊക്കെ കൂടെ കടന്നുപോയപ്പോൾ നമ്മുടെ ദേശം വെള്ളപ്പൊക്കത്തിലൂടെ കടന്നു പോവുക. നമുക്ക് ചേർച്ചിരിക്കുന്ന സ്ഥലം മുഴുവൻ വെള്ളം കയറി.
ചർച്ചിരിക്കുന്ന സ്ഥലം മുഴുവൻ വെള്ളം കയറി നമുക്ക് സാധനങ്ങളൊക്കെ മാറ്റണമായിരുന്നു. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, അവരുടെ പലരുടെയും വീട്ടിൽ വെള്ളം കയറുന്നുണ്ട്. അപ്പൊ അവരുടെ പലരുടെയും വീട്ടിൽ വെള്ളം കയറുന്ന സമയത്ത് അത് വിട്ടിട്ട് എന്ത് ചെയ്യുകയാണ്, നോക്ക്, ആ ചർച്ചിന്റെ അകത്ത് അവിടെ സാധനം മാറ്റാനും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം ദൈവമക്കൾ ഉത്സാഹിച്ച് നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു കാര്യം, എനിക്ക് എന്നാ ചെയ്യാൻ സാധിക്കുന്നു, അല്ലെ? എന്റെ കാര്യം വിട്ട് എന്റെ കാര്യം മാറ്റി വെച്ചിരിക്കുകയാണ്. അവിടെ നല്ല ഉറപ്പും ധൈര്യവുമാണ് എന്റെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു കഥ. ഞാൻ ഈ സൗരന്മാരൊക്കെ പലർക്കും നമ്മുടെ ചേർച്ചിന്റെ അങ്ങോട്ട് വരാൻ തന്നെ പാടാം. പല സ്ഥലങ്ങളിലും വെള്ളം കയറി കിടക്കുക, ആ വഴി തന്നെ മുഴുവൻ ഭാഗത്തും വെള്ളം കയറി കിടക്കാണ്. പക്ഷെ അതൊന്നും നോക്കാതെ എനിക്ക് ഉറപ്പോടെ ഒരു കാര്യം ഈ പ്രഭാതത്തിൽ പറയാൻ സാധിക്കും, കർത്താവിന് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ നിൽക്കുന്ന ഒരാളും ലജ്ജിച്ചു പോകത്തില്ല. പ്രതിസന്ധികൾ വരും കേട്ടോ, അത് ഈ ലോകത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ അവസാന ദിവസം വരെ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട്, നിശ്ചയമായിട്ടും കാണും. അവിടെ ഡോണ്ട് ഗെറ്റ് ഡിജക്റ്റഡ്, നമ്മുടെ ഹൃദയം തകർന്നു പോകരുത്. ചില സഹോദരങ്ങളൊക്കെ വളരെ ഹൃദയം തകർന്ന ചില കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിലും പല ന്യൂസ് ചാനലിലും ഒക്കെ കാണാനിടയായി. നോക്ക്, ഹൃദയം തകർന്ന് അവർ കടന്നു പോകുന്ന സാഹചര്യം വളരെ വിഷമകരമായ സാഹചര്യമാണ് കടന്നു പോകുന്നത്. പക്ഷെ അവിടെയും ഹൃദയം തകരരുത്. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ കാണും എന്ന് പറഞ്ഞ ആള് നിശ്ചയമായിട്ടും കൂടെ കാണും. ബാക്കി ആര് വിട്ടോട്ടെ, കർത്താവ് നിങ്ങൾക്കുണ്ടോ? ഡോണ്ട് ഗെറ്റ് ഡിജക്റ്റഡ്. ഇനി മതി, ഇനിയും ഞാൻ ജീവിച്ചിട്ട് എന്നാ പ്രയോജനം? അങ്ങനെ ചിന്തിക്കരുത്. പ്ലീസ്, ഇതിന്റെ അകത്തുനിന്നും ഗോഡ് വിൽ ടേക്ക് ഔട്ട് സംതിങ്. ഇതിന്റെ അകത്തുനിന്നും ഗോഡ് വാണ്ട്സ് ടു എക്സ്ട്രാക്ട് സംതിങ് ഔട്ട് ഓഫ് യു. നിങ്ങളുടെ അകത്തുനിന്ന് ചിലതൊക്കെ കർത്താവിന് പുറത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അകത്ത് ചില പൊട്ടൻഷ്യലുകൾ ഇരിപ്പുണ്ട്. ഇതിന്റെ അകത്താണോ നന്മ? അതെ, ഇതിന്റെ അകത്ത്. ഈ വെള്ളപ്പൊക്കം നന്മയാണെന്ന് വിചാരിക്കാൻ പറ്റും. ഇല്ലെന്നേ, അതിനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടിയാണ്. ഐ ബിലീവ് ദാറ്റ് വേർഡ്. എത്ര പേർ പറയും ഐ ബിലീവ് ദാറ്റ് വേർഡ്? ഞാൻ ആ വാക്ക് വിശ്വസിക്കുന്നു. ഏത് വലിയ പ്രതിസന്ധി ആണേലും അതിന്റെ അകത്തുനിന്ന് ഒരു നന്മ പുറത്തെടുക്കാൻ എന്റെ കർത്താവിന് സാധിക്കും. പ്ലീസ്, അങ്ങനെ കർത്താവിൽ അങ്ങ് വിശ്വസിച്ച് ഒന്നും മുമ്പോട്ട് പോയിക്കോ, ഒന്നിനും കുറവ് വരത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. നിറയിച്ചാൻ പറഞ്ഞ പോലെ കഷ്ടതയുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും കർത്താവ് കൂടെയുണ്ട്. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ആ ധൈര്യത്തിൽ ഞാനോ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് വാക്കു പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഉറപ്പും ധൈര്യവും നമുക്കുണ്ടെങ്കിൽ ഒന്നിനെ കുറിച്ച് നമ്മൾ വിചാരപ്പെടുത്തില്ല. കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷെ അവിടെയും കർത്താവ് ഉണ്ടെങ്കിൽ വഴി തുറക്കുന്നവന്, അത്ഭുതം ചെയ്യുന്നവന്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു നല്ല പിതാവ് എനിക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നുള്ള ആ ധൈര്യം. സങ്കീർത്തനങ്ങൾ അതിന്റെ 138 അതിന്റെ 7-ാമത്തെ വാക്യം പറയുക, ദാവീദ് പറയുക, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ആമേൻ. കഷ്ടതയുടെ നടുവിലാണേലും അവിടെ ജീവൻ തരാൻ എനിക്ക് ഒരാളുണ്ടെന്ന് ദാവീദിന് ബോധ്യം വന്നിട്ട് തന്റെ വായിലൂടെ പറയുക, ഞാൻ കഷ്ടതയുടെ നടുവിലായിരുന്നാലും അവൻ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. കർത്താവിന്റെ വലം കൈ നമ്മളെ രക്ഷിക്കാനുണ്ടെങ്കിൽ, പ്രത്യാശയുള്ള ഒരാളുടെ വാക്ക് അല്ലെ? പ്രത്യാശ നഷ്ടപ്പെടുന്നവരുടെ വാക്ക് എല്ലാം തീർന്നു. ഇനി രക്ഷയില്ല, ഇനി ആത്മഹത്യയുള്ളൂ, ഇനി കർത്താവില്ലാത്തവരുടെ വായിൽ നിന്ന് അത് അല്ല. നമ്മളും അങ്ങനെ ചിന്തിച്ചിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പോയിട്ടില്ല. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് മനസ്സിലായി, നമുക്കൊരാളുണ്ട്. ഏത് പ്രതികൂലത്തിലൂടെ കടന്നു പോയാലും ആ കർത്താവിന്റെ വലം കൈ എന്നെ രക്ഷിക്കും, എന്റെ കൂടെ ഒരാളുണ്ടെന്നുള്ള ഒരു ഉറപ്പ്. റീച്ചയും പറഞ്ഞു, ചർച്ചിലെ സഹോദരന്മാര് ഒത്തിരി പ്രതികൂല സാഹചര്യത്തിൽ വെള്ളത്തിലൂടെയൊക്കെ നീന്തി സാധനങ്ങളെല്ലാം മാറ്റി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലധികമായി അവര് ഓരോ കാര്യങ്ങളിൽ ഓടി നടന്നു, രാത്രി മുഴുവൻ ഉണർന്നു. അതിലും എന്നെ ഇത് ചെയ്ത് എന്നാന്ന് വെച്ചാൽ വെള്ളം ചുറ്റും കയറിക്കൊണ്ടിരിക്കുമ്പോഴും ആ സ്റ്റേജ് 2 സഹോദരന്മാർ അതിന് കാവലായിട്ടിരിക്കുക. അവിടെ വെള്ളം കയറുക, പക്ഷെ അവര് അവിടെ ഇരിക്കുക. ഞങ്ങൾ ഇരുന്നോളാമെന്ന് പറഞ്ഞ് അവരിയ്ക്കുക. അതാ എനിക്ക് ഏറ്റവും എന്നെ രാത്രിയിൽ എല്ലാവരും സുരക്ഷിതമായി, അല്ലെങ്കിൽ വെളുപ്പിനെ ആണേലും അവനവൻ്റെ വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ 2 സഹോദരന്മാർ അവിടെ ഞങ്ങൾ ഇരുന്നോളാം രാത്രിയിൽ എന്ന് പറഞ്ഞിരിക്കുന്ന
ആ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാം? അവരുടെ ജീവൻ തന്നെ കൊടുത്താലും മതി വരത്തില്ല. അതുപോലെ അവരെ ആ കൊഴിഞ്ഞ ചേറ്റിൽ നിന്ന് അവരെ കർത്താവ് രക്ഷിച്ചതാണ്. അതോർത്ത് അവരവിടെ ഇരിക്കുന്നത്. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുവാണെങ്കിലും അവിടെ കർത്താവ് കൂടെയുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുക, ഞാൻ കഷ്ടതയുടെ നടുവിലായിരുന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ആ ലാസറിനെ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു കർത്താവ് നമ്മുടെ പിതാവാണെന്ന് പറഞ്ഞ പിന്നെ എന്തിനാ നമ്മൾ ഭാരപ്പെടുന്നത്? ഭാരമല്ല, കർത്താവിൻ്റെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാനാണ് കർത്താവ് പറയുന്നത്. നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളാം. ആരെങ്കിലും നമ്മുടെ ഭാരം, ഇന്നലെ ഞാൻ രാത്രിയിൽ ഒരു സഹോദരിയായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആരെങ്കിലും അങ്ങനെ പറയും നിങ്ങളുടെ ഭാരം എൻ്റെ കയ്യിലോട്ട് തന്നേക്കാൻ. പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കാൻ, നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളാം. ഞാൻ നിന്നെ നടത്താം, ഞാൻ നിന്നെ ചുമക്കാം, ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കാം, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, പേടിക്കേണ്ട. ഏത് സാഹചര്യത്തിലും കർത്താവ് കൂടെയുണ്ട്. കർത്താവ് എന്നെ നടത്തുമെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ കർത്താവ് എന്നെ കൈവിടത്തില്ല. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം നടന്നില്ലായിരിക്കാം, പ്രാർത്ഥിക്കുന്നത് പോലെ നടന്നില്ലായിരിക്കാം, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും അടുക്കടുക്കായിട്ട് നടക്കുന്നില്ലായിരിക്കാം. പക്ഷെ കർത്താവിൻ്റെ ഇഷ്ടത്തിനൊന്ന് വിട്ടുകൊടുത്താൽ കർത്താവ് അത് ഏറ്റവും ബെസ്റ്റായിട്ട് അത്ഭുതമായിട്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെ വിസ്മയിക്കുന്ന പോലെ, അല്ലേ? ലാസറിന്റെ മാർത്തയും മറിയയും നേരത്തെ ലാസർ സുഖമില്ലാതെ കിടക്കുമ്പം തന്നെ അറിയിച്ചതാ, വന്ന് സൗഖ്യമാക്കായിരുന്നു. അല്ലെങ്കിൽ അവിടെ ഇരുന്നോണ്ടൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ലാസറെ സൗഖ്യമാകാന്ന്. കർത്താവ് നിൽക്കുന്നിടത്തിരുന്ന ഒരു വാഗൊണ്ട് പറഞ്ഞാൽ മതിയായിരുന്നു, ലാസർ സൗഖ്യമാക്കിയേനെ, ലാസർ സൗഖ്യമായേനെ. പക്ഷെ കർത്താവ് അവിടെ മിണ്ടാതിരുന്നു. ശതാധിപന്റെ വീട്ടിൽ അങ്ങനെയല്ലേ സംഭവിച്ചത്? നീ ഒരു വാക്ക്, നീ എന്റെ പെരക്കകത്ത് വരാൻ എനിക്കൊരു യോഗ്യനല്ല, നീ ഇവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ അവിടെ അത്ഭുതം നടക്കുമെന്ന് ഞാൻ അധികാരത്തിന്റെ കീഴിലുള്ളതാണ്. നീ അധികാരത്തിന്റെ കീഴിൽ നിനക്കൊരു അധികാരം ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാ അവിടെ ഇരുന്നോണ്ട് പറഞ്ഞാലും മതിയായിരുന്നു, ലാസറെ സൗഖ്യമാകാറ്, ലാസറ് സൗഖ്യമാണ്. പക്ഷെ കർത്താവ് ചെയ്തില്ല. അവര് വിചാരിച്ചതുപോലെ ഒന്നും ചെയ്തു. പക്ഷെ കർത്താവിന്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനേക്കാൾ മഹത്വമേറിയ ഗ്ലോറിയസ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ചില പ്രതിസന്ധികളൊക്കെ ഷീന ഈ ഗ്ലോറി വെളിപ്പെടാൻ വേണ്ടി അതിന്റെ ഒരു അടുത്തൊരു ലെവലിൽ ഒരു മഹത്വം വെളിപ്പെടാൻ, അതിനെ വിഷയമായിട്ട് കാണാതെ ഒരു ഗ്ലോറി അടുത്ത് ഒരു കണ്ണ് കാണാൻ മേലാത്ത പയ്യൻ വന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു, അല്ലേ? സ്പഷ്ടമായി കാണുന്നുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുക. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു ഒരേ കാര്യത്തിന് വേണ്ടി. കർത്താവിന് ശക്തിയില്ല. അല്ല, ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ചില നാളുകൾ കാത്തിരിക്കണമായിരിക്കും, ചില ദിവസങ്ങൾ കാത്തിരിക്കണമായിരിക്കും, ചില മണിക്കൂറുകൾ കാത്തിരിക്കണം. നമുക്കറിയത്തില്ല എങ്ങനെയാണ്. അവര് 4 ദിവസം നാറ്റം വെച്ച് കഴിഞ്ഞപ്പോഴാണ് കർത്താവ് വന്നത്. ഒരിക്കലും സാധിക്കത്തില്ല എന്നുള്ള അവസ്ഥയിൽ അവിടെ അത്ഭുതം നടന്നു. അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി തീരും. കർത്താവ് അത് ഏറ്റവും ആ കർത്താവിന്റെ മഹത്വം വെളിപ്പെടാൻ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിടുതൽ കാണുക തന്നെ ചെയ്യും. ആ ഉറപ്പോടെ ഇന്ന് നമുക്കായിരിക്കും. ഇന്ന് ഷീന പറഞ്ഞതുപോലെ ചിലതിനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് വരും, ചിലതിനൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും, ചിലതൊക്കെ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടാതെ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നമ്മൾ നടത്തേണ്ടത് വരും. പ്രോബ്സിൽ മനോഹരമായ ഒരു വചനമുണ്ട്. പ്രോബ്സ് അതിന്റെ 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കുക. എല്ലാ വഴികളിലും ഏതൊക്കെ വിഷയങ്ങളിലൂടെ കടന്നുപോയാലും എല്ലാ വഴിയിലും നിന്റെ ഫോക്കസ് ഒരിക്കലും മാറരുത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെയാണോ നോക്കുന്നത്, ഒരിക്കലും ലജ്ജിക്കുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ധൈര്യമായിട്ടിരിക്കണം. ആ പ്രതിസന്ധിയിൽ ഹോപ്പ് നഷ്ടപ്പെടരുത്. നമ്മുടെ ജീവിതത്തിലും ചില വിഷയങ്ങളൊക്കെ വരുമ്പം ഹോപ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുക്കുക. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായം. അത് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു ഷീന. 24-ാം അധ്യായം. ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു,
അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളും അവൻ ഇസ്രയേലിന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് ആശിച്ചിരുന്നു. നോക്ക്, യേശു കാൽവറി ക്രൂശിൽ കർത്താവ് മരിച്ച് തന്റെ ശരീരം കല്ലറയ്ക്കുള്ളിൽ വെച്ചു. തന്റെ ശിഷ്യനായ ക്ലയോപ്പാവും ഭാര്യയും കൂടെ എമ്മോസിലോട്ട് കടന്നു പോകാണ്. യേശു അവരോട് ചേർന്ന് നടക്കാണ്. യേശു അവരോട് ചേർന്ന് നടന്ന് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു വാക്ക്, യേശുവിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ മാത്രം ഈ നാളുകളിൽ ഇവിടെ നടന്ന ഒരു കാര്യം അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്ന് അവർ യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഇസ്രയേലിന്റെ വീണ്ടെടുപ്പുകാരനെന്ന്. ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. ഇപ്പൊ എന്നാ പറ്റി? ആശിച്ചിരുന്നു, ഇപ്പൊ ആശ നഷ്ടപ്പെട്ടു. ഒരു പ്രതിസന്ധി കാണുമ്പോൾ, ഒരു പ്രതികൂലം, ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, നിങ്ങളുടെ വിഷയം ഷോർട്ട് ലീവ്ഡ് ആണ്. അതിന് അല്പ ആയുസ് മാത്രമേ ഉള്ളൂ. അതിന് വേരില്ല. എന്നാൽ നിങ്ങൾക്ക് വേരുണ്ട്. നിങ്ങൾ ക്രിസ്തുവിൽ യഥാസ്ഥാനപ്പെട്ട വ്യക്തിയാണ്. ക്രിസ്തുവിൽ വേരൂന്നിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര വലിയ വരൾച്ച വന്നാലും, എത്ര വലിയ വെള്ളപ്പൊക്കം വന്നാലും, എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും, അവർക്കെതിരെ എന്ത് പ്രതിസന്ധികൾ വന്നാലും അവരൊരിക്കലും കുലുങ്ങി പോകത്തില്ല. കാരണം അവരുടെ വേര് അവരുടെ ആഴത്തിലാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ട വിഷയങ്ങൾക്ക് വേരില്ല, വിഷയങ്ങൾക്ക് അടിസ്ഥാനമില്ല, വിഷയങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കൊടുങ്കാറ്റുകൾക്ക് നിങ്ങളുടെ എതിരെ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. ഒറ്റ വാക്ക് അടങ്ങുക എന്ന് പറഞ്ഞാൽ അത് അടങ്ങിയേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാരോട് പറയാം, ഇന്ന് വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണിയിലായിരിക്കാം കേരളക്കാരെ കടന്നു പോകുന്നത്. ഞാനൊരു ആശ്വാസത്തിന്റെ വാക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇല്ല, ഇതൊന്നും സംഭവിക്കത്തില്ല. ഇത് ഒരിക്കലും ദൈവമക്കൾക്ക് ദോഷമായിട്ട്, വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ദോഷമായിട്ട് വരത്തില്ല. ഇത് നന്മ. ഇതിന്റെ അകത്തുനിന്ന് ചില നന്മ എന്റെ കർത്താവ് പുറത്തെടുക്കും. പലർക്കും ഒത്തിരി വീടുകൾ നഷ്ടപ്പെട്ടതുണ്ട്, സാധനങ്ങൾ നഷ്ടപ്പെട്ടതുണ്ട്, കടകളിൽ അവരുടെ സ്റ്റോക്കൊക്കെ നഷ്ടപ്പെട്ടതുണ്ട്, എല്ലാം വെള്ളം കയറി നഷ്ടപ്പെട്ട എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭാരപ്പെടരുത്, ഭയപ്പെടരുത്. ഇതിന്റെ അകത്ത് കർത്താവിലൊന്ന് വിശ്വസിച്ച്, ഇതിന്റെ അകത്ത് കർത്താവിനെ ഒന്ന് മുറുകെ പിടിച്ച്, ഇതിന്റെ അകത്ത് അവൻ മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യാൻ കഴിയുന്ന കർത്താവാണ്. ഇതിന്റെ അകത്തുനിന്ന് കർത്താവ് ചിലത് പ്രവർത്തിക്കും. ഇതിന്റെ അകത്ത് കർത്താവിന് ചില വഴികളുണ്ട്. എല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോൾ, ഇവിടെ നമ്മൾ പറഞ്ഞ വാക്യം, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരാകും. എത്ര ക്രൂക്കഡ് വേസ് ആണെങ്കിലും, എത്ര വളഞ്ഞ വഴികളാണെങ്കിലും, എത്ര ട്വിസ്റ്റഡ് കാര്യങ്ങളാണെങ്കിലും, എത്ര വൈൻഡിങ് റൂട്ട്സിലാണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും, ആ പാതയെ നേരെയാക്കാൻ എന്റെ കർത്താവിന് കഴിവുണ്ട്. ആ വിഷയം ഇതിന്റെ അകത്ത് ദൈവം പ്രവർത്തിക്കുമോ? ഇതിന്റെ അകത്ത് ദൈവം പ്രവർത്തിക്കും. നമുക്ക് ഒരു ദൈവവചന ചിന്തയ്ക്കായിട്ടൊരു ഭാഗം എന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 21-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 21-ാം അധ്യായം, അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിച്ച് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ആ ഭാഗത്തുനിന്ന് സംസാരിക്കാനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില വാക്കാണ്. 21 അതിന്റെ 1 മുതൽ 4 വരെ. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഇവിടെ പറയുകയാണ്, യേശു പിന്നെയും പ്രത്യക്ഷനായി. അപ്പൊ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഓൾറെഡി അവരടച്ചിട്ടിരുന്ന മുറിയിൽ ഇരുന്നപ്പോൾ കർത്താവ് അവരുടെ മധ്യത്തിൽ കർത്താവ് വന്ന് നിന്നു. അവരെല്ലാം ഭയപ്പെട്ട് എല്ലാം തീർന്നെന്ന് വിചാരിച്ചപ്പോഴും തീരെ അവിടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു. അവരുടെ ഹൃദയകാഠിന്യത്തെ കർത്താവ് ശാസിച്ചു, അവരുടെ അവിശ്വാസത്തെ കർത്താവ് ശാസിച്ചു. നിങ്ങൾ എന്തിനാ ഭയപ്പെട്ടത്? ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ തന്നെ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന വാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? എന്നിട്ടും നിങ്ങളുടെ വിശ്വാസം എന്തുകൊണ്ടാണ് ചോർന്നു പോയത് എന്ന് ഹൃദയകാഠിന്യത്തെ ശാസിച്ചു. അതിനുശേഷമാണ് ഇവർ മീൻ പിടിക്കാൻ പോകുന്നത്. അതിനുശേഷമാണ് ഇവിടെ പറയുകയാണ്, നോക്ക്, പിന്നെയും ഒന്ന് വായിച്ച്. അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദീദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നദനിയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ഞാൻ 2-3 കാര്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങള് നോക്ക്, അവര് കുറച്ച് സമയം കർത്താവിനെ അവര് കണ്ടില്ല. അവര് കുറച്ച് സമയം കാണാഞ്ഞപ്പോൾ they lost their faith.
നിങ്ങളുടെ ഒരു വിഷയത്തിന്റെ അകത്ത് വിടുതൽ കണ്ടില്ല, ഒരു ദൈവപ്രവൃത്തി കാണുന്നില്ല എന്ന് കരുതുമ്പം നിങ്ങളുടെ വിശ്വാസം ചോർന്നു പോകരുത്. ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അതിന്റെ അകത്തായി എന്റെ കർത്താവിന്റെ പ്രവർത്തികളെല്ലാം കൊടുങ്കാറ്റിന്റെ അകത്താണ്. കർത്താവിന്റെ പ്രവർത്തികൾ എല്ലാം, ദൈവം പ്രവർത്തിക്കുന്നതെല്ലാം പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ്. അനുകൂല സാഹചര്യങ്ങളിലല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്, പ്രതികൂലമായി. കാറ്റ് അവർക്ക് പ്രതികൂലമായിരുന്നു. കാറ്റ് അവർക്ക് പ്രതികൂലമായിരുന്നപ്പോഴല്ലേ കർത്താവ് ആ വെള്ളത്തിന്മേൽ അവരുടെ അടുത്തോട്ട് നടന്നു വന്നത്, അല്ലേ? പ്രൈസ്. അപ്പോൾ കർത്താവ് എന്നും പ്രവർത്തിക്കുന്നത് പ്രതികൂല സാഹചര്യം കാണുമ്പോൾ ദൈവമക്കൾ ഓർത്തോണം, ഇവിടെ ദൈവപ്രവൃത്തിയാണ്, ഇവിടെയാണ് കർത്താവ് ഷോ ഓഫ് ചെയ്യുന്നത്, ഇവിടെയാണ് കർത്താവിന്റെ കരം ഇറങ്ങി വരുന്നത്, ഇവിടെയാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. ഒന്ന്, പ്രൈസ്, when there is no answer, don't quit. ഞാൻ ഓടിപ്പോകരുത്. ഇന്നും ക്വിറ്റ് ചെയ്യുന്ന അനേകരെ കണ്ടിട്ടുണ്ട്, വിട്ടുപോകുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ഡോണ്ട് ക്വിറ്റ്, വെയിറ്റ് ഫോർ ദ ആൻസർ. പണ്ട് തോമസുകാർ ഇടയ്ക്ക് പറയുമായിരുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, പായയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും, മറുപടി വരുമ്പോൾ ആളെ പായ കാണത്തില്ല. നോക്ക്, കർത്താവ് മറുപടി അയക്കുന്ന സമയത്ത് ആള് പായെ തന്നെ കാണണം കേട്ടോ. ആ പ്രാർത്ഥനാ സ്ഥലത്ത് തന്നെ കാണണം, കർത്താവിന്റെ കൂടെ തന്നെ ചേർന്ന് നിൽക്കണം. നോക്ക്, എല്ലാ വഴികളിലും അവനെ നനച്ചോളാൻ പറഞ്ഞ അതിന്റെ അർത്ഥമല്ല എല്ലാ വഴികളിലും അവനെ നനച്ചാൽ മതി. ചിലരൊക്കെ ചോദിക്കുന്ന യേശു യേശു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ കാര്യം നടക്കുമോ? പറഞ്ഞു നോക്കിക്കാൻ നടക്കുമെന്ന്. വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താലും അവന്റെ നാമത്തിൽ ചെയ്തും കർത്താവിന് പിതാവാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നോക്ക്. അങ്ങനെ ഒന്ന് ചെയ്തൊന്ന് നോക്കിക്കേ. യു വിൽ സീ ദ ഹാൻഡ് ഓഫ് ഗോഡ് സ്ട്രെച്ചിങ് ഔട്ട് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി കരം നീണ്ടുവരുന്നത്, അത്ഭുതകരം നീണ്ടുവരുന്നത്, ആണിപ്പാടുള്ള കരം നീണ്ടുവരുന്നത് നിങ്ങൾ കാണും. ഇവിടെ ശിഷ്യന്മാർ അല്പസമയം കർത്താവിനെ കാണാഞ്ഞപ്പോ they wanted to quit. അവിടെ എഴുതിയിരിക്കുകയാണ്, പ്ലീസ്, പത്രോസ് പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഉടനെ മറ്റുള്ളവരും പറഞ്ഞു, ഞങ്ങളും മീൻ പിടിക്കാൻ പോകാൻ. ഞാനൊരു കാര്യം, നിങ്ങൾ പിന്മാറ്റത്തിൽ പോയാൽ മറ്റുള്ളവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ. ഒന്ന്, നിങ്ങളുടെ നമ്മുടെ ചുറ്റുമുള്ളവരോട് നിങ്ങളുടെ വിശ്വാസ നഷ്ടപ്പെട്ടു പോകുമ്പം അവരോട് ഇതൊന്നും നടക്കുകയില്ല എന്ന് അവരുടെയും കൂടെ വിശ്വാസം എന്ത് ചെയ്യരുത്, നിങ്ങൾ കെടുത്തി കളയരുത്. അവരുടെയും കൂടെ വിശ്വാസം ചോർത്തി കളയരുത്. പത്രോസ് പറയാം, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഉടനെ അവരെയും കൂടെ കൂട്ടി, ഡോണ്ട് ഡ്രാഗ് അതർ പീപ്പിൾ ഇൻടു യുവർ അൺബിലീഫ്. നിങ്ങളുടെ അവിശ്വാസത്തിലോട്ട് മറ്റുള്ളവരെയും കൂടെ വലിച്ചോണ്ട് പോകരുത്. മറ്റേ നിങ്ങളുടെ കാര്യം മാത്രം കണക്ക് ബോധിപ്പിച്ചാൽ മതി. ഇനി മറ്റുള്ള വലിച്ചോട്ട് പോയവരുടെയും കൂടെ എന്ത് ചെയ്യണം, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഡോണ്ട് ഡ്രാഗ് അതർ പീപ്പിൾ ഇൻടു യുവർ അൺബിലീഫ്. നിങ്ങളുടെ അവിശ്വാസത്തിലോട്ട്, നിങ്ങളുടെ വിശ്വാസം എത്രയുണ്ടോ അത് മറ്റുള്ളവർക്ക് കൊടുത്തേ. വിശ്വാസം എത്ര അധികമാണെങ്കിലും അവരിൽ പമ്പ് ചെയ്തേ. നിങ്ങളുടെ അവിശ്വാസം കൺസേൺസ് വരും. അവിശ്വാസം, ഇതിലൂടെ എങ്ങനെ നമ്മൾ അപ്പുറം കടക്കുമെന്ന് ഒക്കെ നമ്മൾ വിചാരിക്കുന്ന സമയങ്ങൾ വരും. പക്ഷെ അതിന്റെ അകത്തും വിശ്വാസം, എല്ലാ വഴികളിലും അവനെ നനച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എല്ലാ വഴികളിലും അവനെ നനച്ചാൽ മതി. സോ ഇവിടെ ഒരു കാര്യം, ഒന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടും മീൻ പിടിക്കാൻ പോയി. രണ്ടാമത് ഒരു കാര്യം, മറ്റുള്ളവരെയും കൂടെ കൊണ്ടുപോയി. പക്ഷെ എന്താ സംഭവിച്ചത്? ആ രാത്രി മുഴുവൻ അവർക്കൊന്നും കിട്ടിയില്ല. They couldn't catch nothing. ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് പറയാം, വിതൗട്ട് ജീസസ് യു വിൽ ക്യാച്ച് നത്തിങ്. നിങ്ങൾ എന്നൊക്കെ ശ്രമിച്ചാൽ, എന്നൊക്കെ കഴിവുകൾ നിങ്ങൾ ഉപയോഗിച്ചാൽ, നിങ്ങളുടെ അറിവുകൾ ഉപയോഗിച്ചാൽ, അതെല്ലാം യേശു ഇല്ലെങ്കിൽ പരാജയപ്പെടും. ഞാൻ ഇത് പറയുമ്പം ദിസ് എ ടെസ്റ്റിമണി ഓൾസോ. എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിൽ നിന്ന് അകന്ന് ജീവിച്ച വ്യക്തിയാണ്. ഞാൻ പള്ളി പോകുമായിരുന്നോ എന്ന് ചോദിച്ചാൽ പള്ളി പോകും, വെളിയിൽ നിൽക്കും, അല്ലെ? വല്ലപ്പോഴും ഒക്കെ പള്ളി പോകും, വെളിയിൽ നിൽക്കും, അവിടെ ചുമ്മാ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ്. ഈ ചർച്ച് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്ട്രക്ചർ മാത്രമായിരുന്നു എന്നെ സംബന്ധിച്ച്. കർത്താവ് ഉണ്ടെന്നോ, കർത്താവ് ജീവനോടെ ഉണ്ടെന്നോ അങ്ങനെ ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഐ ലീവ്ഡ് എവേ ഫ്രം ഗോഡ്. അതുപോലെ തന്നെ ലോകപ്രകാരം ലോകത്തിന്റെ വഴികളിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് എങ്ങനെ അകന്ന് ജീവിക്കാമോ അങ്ങനെയൊക്കെ അകന്ന് ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പ്ലീസ്, അങ്ങനെ ജീവിതം മുഴുവൻ എല്ലാം തകർന്നു. 90കളുടെ ആരംഭത്തിൽ ഞാൻ വലിയ മൂലധനത്തിലൊക്കെയാണ് എൻ്റെ ബിസിനസ്സുകൾ ആരംഭിച്ചത്. പക്ഷെ മുഴുവൻ തകർന്നു പോയി.
എന്നാൽ 1999 എല്ലാം തകർന്ന് ബിസിനസ് എല്ലാം ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയത്താണ് യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിക്കുന്നത്. കർത്താവ് അത്ഭുതകരമായ വഴി, വീണ്ടും ബിസിനസ് തുടങ്ങാനുള്ള അത്ഭുതകരമായ വഴി തുടങ്ങി. കടം മേടിച്ച, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള, കടം മേടിച്ച 16,000 രൂപയായിട്ട് വീണ്ടും ബിസിനസ് ആരംഭിച്ച് വലിയ മൂലധനമായിട്ട് 90കളിൽ ആരംഭിച്ച ബിസിനസ് തകർന്നുപോയി. എന്നാൽ ഒരു ചെറിയ തുകയായിട്ട് അതേ ബിസിനസ് വീണ്ടും ആരംഭിച്ചപ്പോൾ ആ ബിസിനസ് അനുഗ്രഹിക്കപ്പെട്ടു. യേശു പടകിൽ ഉണ്ടായിരുന്നപ്പോൾ ആ പടക് അനുഗ്രഹമായി മാറി. പത്രോസിന്റെ പടകിലേക്ക് യേശു കയറിയപ്പോൾ ആ പടക് അനുഗ്രഹമായി മാറി. നിങ്ങളുടെ പടകിൽ യേശു ഉണ്ടോ? വിത്തൗട്ട് ജീസസ് യു വിൽ ഫിഷ് നത്തിങ്. നോക്ക്, ഇവരെ വീണ്ടും കാണുമ്പോൾ ആ ഗലീല കടൽക്കരയിൽ അവര് നിൽക്കുമ്പം ഒന്നും അവർക്ക് കിട്ടിയില്ല, ഒന്നും അവർക്ക് പിടിക്കാൻ സാധിച്ചില്ല. വിത്തൗട്ട് ജീസസ് യു വിൽ ക്യാച്ച് നത്തിങ്. You will be empty without Jesus. നിങ്ങൾ എത്ര കഴിവുള്ള വ്യക്തിയായിരിക്കാം, എത്ര സാമ്പത്തികമായ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, പക്ഷേ കർത്താവില്ലെങ്കിൽ, ദൈവത്തിന്റെ കരമില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, യു ആർ എ വാക്വം. യു ആർ സീറോ വിതൗട്ട് ജീസസ്. യു വിൽ ബി എ ഹീറോ വിത്ത് ജീസസ്. യേശു ഉണ്ടോ, നിങ്ങൾ ഒരു ഹീറോ ആയി നിങ്ങൾ മാറാനിടയാകും. ഇവിടെ 2-3 കണ്ടീഷൻ ഞാൻ നിങ്ങളോട് പറയാം. നോക്ക്, ദേ ലോസ്റ്റ് ദ സൈറ്റ് ഓഫ് ജീസസ്. അവരുടെ കണ്ടീഷൻ, ചില മണിക്കൂറുകൾ യേശുവിനെ കാണാഞ്ഞപ്പം, ചില സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആ വിടുതൽ കാണാഞ്ഞപ്പം നമ്മൾ പിന്മാറി പോവുമോ? ഇവിടെ അതാ സംഭവിച്ചത്. ചില മണിക്കൂർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റിട്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, എന്നിട്ടും അവര് എന്ത് ചെയ്തു? പിന്മാറിപ്പോ. എമ്മോസിലോട്ട് പോയവർക്ക് അവർക്ക് ആശ നഷ്ടപ്പെട്ടു. ഇവൻ ഇസ്രയേലിന്റെ വീണ്ടെടുപ്പുകാരനെന്ന് ഞങ്ങൾ ആശിച്ചു, പക്ഷേ എല്ലാം പോയി. ചില പ്രതിസന്ധികൾ കാണുമ്പോൾ എല്ലാം പോയെന്ന് വിചാരിക്കരുത്. അതിന്റെ അകത്താണ് എന്റെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. അതിന്റെ 5ഉം 6ഉം വാക്യങ്ങളൊന്ന് വായിച്ചേ. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ. സ്റ്റോപ്പ് ഫിഷിംഗ് ഓൺ ദ റോങ് സൈഡ്. ആരോട് പറയുകയാണ്? വിത്തൗട്ട് ജീസസ് യു വിൽ ഫിഷ് നത്തിങ്. ഡോണ്ട് ഫിഷ് ഓൺ ദ റോങ് സൈഡ്. കാസ്റ്റ് യുവർ നെറ്റ് ഓൺ ദ റൈറ്റ് സൈഡ്. എനിക്ക് റോങ് സൈഡും റൈറ്റ് സൈഡും ആ വരുന്നത്. അവര് വീശിയല്ലേ? വീശാഞ്ഞിട്ടാണോ? രാത്രി മുഴുവൻ അവര് വീശി, അവർക്കൊന്നും കിട്ടിയില്ല. They were fishing all night. They could catch nothing. ഒന്നും അവർക്ക് കിട്ടിയില്ല. പക്ഷേ കർത്താവ് പറയാണ്, ആ വലത്തുവശത്തോട്ട് വലയിറക്ക്. അതിനുശേഷം അവർ വീശി, മീന്റെ പെരുപ്പാൻ ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ആ പെരുത്ത മീൻകൂട്ടം അതിന്റെ അകത്ത് അകപ്പെട്ടപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, അത് കർത്താവാകുന്നു. കാരണം they have experience. നേരത്തെ അവർ കണ്ടിട്ടുണ്ട്. പത്രോസിന്റെ ആദ്യത്തെ ഗനസരത്ത് തടാകത്തിന്റെ തീരത്തുണ്ടായിരുന്ന മീൻപിടുത്തത്തിൽ തന്നെ ആ വലയിറക്കിയപ്പോൾ സംഭവിച്ചത് അവർ മറന്നിട്ടില്ല. ഇവിടെയും പെട്ടെന്ന് പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, അത് കർത്താവാകുന്നു. അല്പസമയം ആ കർത്താവിനെ കണ്ടില്ല എന്ന് വെച്ച്, അല്പസമയം ആ വിടുതൽ കണ്ടില്ല എന്ന് വെച്ച് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ട് പോകരുത്. നോക്ക്, അവിടെ മുമ്പോട്ട് വരുമ്പം ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവർ കരയ്ക്ക് കയറി വന്നപ്പോൾ അവർക്ക് വേണ്ടി മീൻ അവർക്ക് വേണ്ടി ചുട്ടുവെച്ചിരിക്കുകയാണ്, അവർക്ക് വേണ്ടി റൊട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം ഗോഡ് ഹസ് പ്രിപ്പയർഡ് എവരിത്തിങ് ഫോർ യു. കർത്താവ് അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നോക്ക്, നമ്മളെല്ലാം കർത്താവിന്റെ സന്നിധി വരുമ്പോൾ we expect God to do many things. കർത്താവ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു തരാൻ നമ്മൾ ആഗ്രഹിക്കാം. പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പലപ്പോഴും ചിലത് കിട്ടാത്തപ്പം നമുക്ക് കംപ്ലൈന്റ് ആയി മാറും, ചിലത് കാണാത്തപ്പം നമുക്ക് പരാതിയായി മാറും, നമുക്ക് പിറുവെറുപ്പായി മാറും. എന്താ കർത്താവ് പ്രവർത്തിക്കാത്ത, എന്നെ കർത്താവ് എനിക്ക് തരാത്ത, എന്റെ കാര്യം മാത്രം എന്നാ നടക്കാത്ത, ഇങ്ങനെയുള്ള പരാതികളും പിറുവെറുപ്പുമായി പലപ്പോഴും മാറാൻ സാധ്യതയുണ്ട്. നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചാൽ
വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. എനിക്ക് കർത്താവിന് ഇന്ന് എന്നോട് എൻ്റെ ആശയം ഇതാണ്, എനിക്ക് എന്ത് കർത്താവിന് വേണ്ടി പകരം ചെയ്യാൻ സാധിക്കും. എനിക്ക് അങ്ങോട്ട് എന്ത്, ഞാൻ ഇങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യുന്നതല്ല, എനിക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാൻ സാധിക്കും. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ലാഭം. വാങ്ങുന്നതിനേക്കാൾ വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. ആൻഡ് ഡോണ്ട് ക്വിറ്റ്. ആരോട് പറയാൻ, ആ പരാതിപ്പെട്ടി അടച്ചോ, ഡോണ്ട് ക്വിറ്റ്. ഗോഡ് വാണ്ട്സ് ടു സ്ട്രെച്ച് ഹിസ് ഹാൻഡ്. ഇതിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. കാര്യമൊക്കെ സാധിച്ചു തരുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ട്രബിൾലെസ് ലൈഫ് അല്ല ക്രിസ്ത്യൻ ലൈഫ്. There will be troubles, there will be tribulation, there will be hindrance. അതെല്ലാം ജീവിതത്തിൽ കണ്ടേക്കാം. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, you will be victorious always, every place. എല്ലായിടത്തും ജയമായിരിക്കും, എല്ലായിടത്തും അത്ഭുതമായിരിക്കും. നന്മ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഈ കാണുന്ന ചിലതൊക്കെ കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയി, ദുഃഖിച്ച്, കരഞ്ഞ്, നിലവിളിച്ച് അങ്ങനെ ഓടിപ്പോകാതെ എങ്ങോട്ടായി ഓടുന്നു? അവർ ഓടിപ്പോയിട്ട് അവർക്ക് വല്ലതും കിട്ടിയോ? വല്ലതും പിടിക്കാൻ പറ്റിയോ? ഒരു പൂഞ്ഞാനെ പോലും അവർക്ക് പിടിക്കാൻ പറ്റിയില്ലല്ലോ. ഒരു ഓടിപ്പോയിട്ട് ഒന്നും പിടിക്കാൻ പറ്റിയില്ലല്ലോ. ഒരു ഭയങ്കര എക്സ്പെർട്ടാണ്, വെള്ളത്തിൽ ഭയങ്കര എക്സ്പെർട്ടാണ്. പക്ഷെ യേശു ഇല്ലെങ്കിൽ, ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നു നിന്ന വെള്ളത്തിൽ എക്സ്പെർട്ടാണ് വെള്ളത്തിൽ മുങ്ങി താന്നത്. നോട്ടം മാറിയപ്പോ മുങ്ങി താന്നു, അല്ലേ? പത്രോസ് മുങ്ങി താന്നു, വെള്ളത്തിന്മേൽ നടന്നു. ഹി വാസ് എൻ എക്സ്പെർട്ട്. നീ എക്സ്പെർട്ട് ആയിരിക്കാം, പലതും ഭയങ്കര മിടുക്കനായിരിക്കാം, പക്ഷെ വിതൗട്ട് ജീസസ് യു വിൽ ക്യാച്ച് നത്തിങ്. ഞാൻ എന്റെ വാക്കായിട്ട് നിങ്ങൾ എടുത്തോ, വിതൗട്ട് ജീസസ് യു വിൽ ക്യാച്ച് നത്തിങ്, ആൻഡ് വിത്ത് ജീസസ് യു വിൽ ബി ആൻ ഓവർകമർ. യേശു ഉണ്ടോ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എത്ര വലിയ പ്രതിസന്ധി ആണെങ്കിലും ആ പ്രതിസന്ധിയെ ഞാൻ ചവിട്ടി മുക്കുക തന്നെ ചെയ്യും. ഇറ്റ് ഈസ് അണ്ടർ മൈ കൺട്രോൾ, ഇറ്റ് ഈസ് അണ്ടർ മൈ ഫീറ്റ്. ഏത് പ്രതികൂലമാണെങ്കിലും ഇറ്റ് ഈസ് അണ്ടർ മൈ ഫീറ്റ്. അവിടെ പ്രത്യാശയുടെ വാക്കുകൾ ഉപയോഗിച്ച്, ഇസ്രയേലിന്റെ വീണ്ടെടുപ്പുകാരനെ ഞങ്ങൾ ആശിച്ചിരുന്നു, ഇപ്പൊ ആശ പോയി. ചില മണിക്കൂറുകൾ കർത്താവിനെ കാണാഞ്ഞപ്പോ അവരുടെ ആശ എന്ത് പോയി? നഷ്ടപ്പെട്ടു പോയി. ചില മണിക്കൂറുകൾ ആ വിഷയത്തിന് വിടുതൽ കാണാഞ്ഞപ്പോ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രത്യാശയും നിങ്ങളുടെ ആശയും നഷ്ടപ്പെട്ടു പോകരുത്. സഹോദരി നഷ്ടപ്പെട്ടു പോകരുത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം. എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ നിന്റെ പാതകളെ നിരപ്പാക്കും. 138 നഷിന വായിച്ച വാക്യം, 138 സങ്കീർത്തനം 138, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ആ പ്രതിസന്ധിയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. ആ പ്രത്യാശയുണ്ടോ? എന്റെ വലം കൈ എന്നെ രക്ഷിക്കും. എന്നെ പിടിച്ചിട്ടുണ്ട്. ഞാനല്ല അവനെ പിടിച്ചിരിക്കുന്നത്, അവൻ എന്നെ പിടിച്ചിരിക്കുക. സോ ഐ ഡോണ്ട് ഹാവ് ടു ഫിയർ. ഐ വിൽ നോട്ട് ഡ്രൗൺ. ഞാൻ മുങ്ങി പോകത്തില്ല, ഞാൻ താഴ്ന്നു പോകത്തില്ല. അവന്റെ വലം കൈ എന്നെ പിടിച്ചു. സോ ഇന്ന് ഈ പ്രഭാതത്തിൽ ആ കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കും. കർത്താവിനോടൊന്ന് ചോദിച്ച്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? നിനക്ക് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പത്രോസ് ചോദിച്ച വല്ലതും കിട്ടുമോ? കർത്താവ് പത്രോസിനോട് ചോദിച്ച, എന്റെ ആടുകളെ പോയി മേയ്ക്ക്, നീ ചെയ്യാനാ പറഞ്ഞു. ഐ വിൽ ഗിഫ്റ്റ് യു വാട്ട് എവർ യു നീഡ്. ഐ വിൽ ഗിവ് യു ദ ഹോളി സ്പിരിറ്റ്. നീ പോയി ചെയ്യും. ഇന്നോ ആരോട് പറയാ, നീ പോയി ചെയ്യും. ഇത്തിരി ദുരിതമൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. ആ ക്യാമ്പുകളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഞങ്ങൾ രാവിലെ ക്യാമ്പുകളിലോട്ട് പോവാം. ക്യാമ്പുകളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഭാന അനുഭവിക്കുന്നവർ, ദുഃഖം അനുഭവിക്കുന്നവർ, അവരെ കണ്ണുനീരൊന്ന് ചേർത്ത് പിടിച്ച്. യേശുവിന്റെ സ്വഭാവം അതല്ലായിരുന്നു. ലാസറിനെ ഉയർപ്പിക്കാൻ പോവുകയാണെന്ന് അറിയാം, പക്ഷേ അവിടെ വന്ന് എന്ത് ചെയ്യുകയാണ്? ആ മാർത്തയും മറിയയും ചേർത്ത് പിടിക്കുകയാണ്. യേശു കണ്ണുനീർ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഉയർപ്പിക്കാൻ പോവുകയാണെന്ന് അറിയാം. ഞാനാണെ പറഞ്ഞേനെ, നിങ്ങൾ ഇങ്ങോട്ട് വാ, നോക്ക്, ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്ക്. കർത്താവ് പക്ഷേ അവിടെ കണ്ണുനീര് വാർക്കും. ദാറ്റ്സ് ദ ഹാർട്ട് ഓഫ് ജീസസ്. അതാ ഹൃദയം. കർത്താവ് അവർ വേദനപ്പെടുമ്പം അവരുടെ കൂടെ കർത്താവ് വേദനിക്കുക. കർത്താവിന് അറിയാം വിടുവിക്കാനാ ചെന്ന്.
ഉയർപ്പിക്കാനെ ചെന്നെന്ന് കർത്താവിന് അറിയാം. സ്റ്റിൽ അവരുടെ വേദനയിലൊന്ന് ചേർത്ത് ഇന്നും വേദനപ്പെട്ട് മുറിവേറ്റ് നമ്മുടെ സഹജീവികൾ, നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ ഗ്രാമക്കാർ, നമ്മുടെ പട്ടണത്തിലുള്ളവർ, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, നമ്മുടെ സഭയിലുള്ളവർ പലരും വേദനപ്പെട്ട് കിടക്കാം. ഉടൻ വരെ ഒന്ന് ചെന്നേ, ഒന്ന് ചേർത്ത് പിടിച്ചേ. വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു. ഞാൻ എൻ്റെ കുറെ സഹോദരങ്ങളെ ഓർത്ത്, കൂടെ കൈ ഓർത്ത് പിടിച്ച് നിൽക്കുന്ന ചില സഹോദരന്മാരെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയും. അവരുടെ വീട്ടിൽ വെള്ളം കയറുമ്പോഴും ആ സഭയ്ക്കകത്ത് വരിക, ആ സഭയ്ക്കകത്തോട്ട് വന്ന് ഇവിടെ സാധനമൊക്കെ മാറ്റും. ഞങ്ങളുടെ പാത്രവും ഞങ്ങളുടെ മേശയും അതൊന്നും താന്നു പോകുന്ന അല്ല കാര്യം. ചെയ്യുമോ ആരെയും? അങ്ങനെ ചെയ്യും. അതാണ് നോക്ക് കർത്താവിനോടുള്ള സ്നേഹം. അവർക്കൊരു കാര്യം അറിയാം, കർത്താവിന് വേണ്ടി മുന്നേ നിന്നാൽ ഞങ്ങൾക്ക് ഈ മുങ്ങിപ്പോകുന്നതിനേക്കാൾ 100 മടങ്ങായിട്ട് 1000 മടങ്ങായിട്ട് റിസ്റ്റോർ ചെയ്യാൻ. They are not the servants of, അവര് സ്വർഗീയ വിരുന്നിന്റെ വേലക്കാരല്ല, അവര് ദൈവ വേലക്കാരാണ്, അവര് ദൈവത്തിന്റെ ആൾക്കാരാണ്. They do it for God. എന്ത് ചെയ്താലും അവർ കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യും. നോക്ക്, സഭയ്ക്ക് വേണ്ടി ചെയ്താൽ ദൈവദാസന്മാരൊന്നും കണ്ടില്ലെന്ന് വരും, അവർ മറന്നു പോകും. പക്ഷേ എന്റെ കർത്താവ് ഒരിക്കലും മറക്കത്തില്ല. അതെല്ലാം ഓർമ്മയുടെ പുസ്തകത്തിൽ താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തൊരു കാര്യം വരുമ്പോൾ നോക്ക്, സഭയുടെ മുമ്പിൽ നിൽക്കുന്നവരൊക്കെ മറന്നുപോകും. നിന്റെ ദൈവദാസൻ ചിലപ്പോൾ മറന്നുപോകും. നീ സുവിശേഷത്തിന് വേണ്ടി ചെയ്തതും കൊടുത്തതും അവരൊക്കെ ഓർത്തിരിക്കണമെന്നൊന്നുമില്ല, അവരൊക്കെ മറന്നുപോകും. പക്ഷെ മറക്കാത്ത ഒരാളുണ്ട്. എന്തേലും ചെയ്യുവാണെ കർത്താവിനെ പ്രതി, സുവിശേഷത്തെ പ്രതി അങ്ങ് ചെയ്താൽ മതി. ബ്ലസ്ഡ് ആയി. അതുകൊണ്ട് ഇന്ന് രാവിലെ ലോർഡ് ഒന്ന് ചോദിച്ചു, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. കർത്താവിനോടൊന്ന് ചോദിച്ചു, നിനക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മളിങ്ങനെ ലിസ്റ്റ് എഴുതി പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് ഇന്ന വിഷയം ഇന്ന വിഷയം ഇന്ന വിഷയം. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. പ്രാർത്ഥിക്കാം. ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. എന്നെ തന്നെ ഒന്ന് പറഞ്ഞു, കർത്താവേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാം. ഐ ഹംബിൾ മൈസെൽഫ് ഇൻടു യുവർ ഹാൻഡ്സ്. എനിക്ക് നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. എന്റെ കാര്യങ്ങളല്ല, എന്റെ പ്രയോറിറ്റി. സെറ്റ് യുവർ പ്രയോറിറ്റീസ് കേട്ടോ. നിങ്ങളുടെ പ്രയോറിറ്റി ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യത്തിനും നിങ്ങൾക്ക് കുറവ് ജീവിതത്തിൽ വരത്തില്ല. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. കേൾക്കുന്ന ഓരോ മക്കളെയും കുടുംബമായി ഏൽപ്പിക്കുന്നു. അവർ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, രോഗങ്ങളിൽ, ഭാരങ്ങളിൽ കർത്താവ് കൂടെ ഇരിക്കണമേ. വഴികളും വാതിലുകളും തുറക്കണമേ. അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൊടണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞവൻ. ഹല്ലേലൂയ. കൂടെ ഇരുന്ന് വഴികളെ തുറക്കുന്നതിനായിട്ട് സ്തോത്രം. ചില സർജറികൾ മാറിപ്പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ കർത്താവിന്റെ കരം തൊട്ട് സൗഖ്യമാക്കുന്നു. ചില സർജറികളുടെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നവരെ ഹല്ലേലൂയ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നതിനായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു. അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കുക, അസാധ്യങ്ങൾ സാധ്യമാവുക. ചില വഴികളും വാതിലുകളും ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കുക, വഴികൾ തുറക്കുക. ഹല്ലേലൂയ. നാറ്റം വെച്ച അവസ്ഥയിൽ ഇരിക്കുന്ന ചില പ്രതികൂലങ്ങൾ കാരണം അല്ലാതെ മുമ്പിൽ തല താണിരിക്കുന്ന ചിലരെ കർത്താവ് കാണിക്കുക. നിങ്ങളുടെ തലകളെ കർത്താവ് ഉയർത്തും, നിങ്ങളെ ഉയർത്തി മാനിക്കും. നിങ്ങളുടെ തലമുറകൾ ഒരു അനുഗ്രഹമായി തീരും. ആ കർത്താവിനെ മുറുകെ പിടിച്ച് കർത്താവിൽ വിശ്വസിച്ച് മുൻപോട്ട് പോയ ഒന്നിനും കുറവ് വരത്തില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് തൊടണമേ. പല ഭാരത്തിലും വിഷമത്തിലും ഒക്കെ കടന്നു പോകുന്നവരുണ്ട്. പ്രത്യേകിച്ച് കർത്താവെ വെള്ളപ്പൊക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്. അവരുടെ വീട്ടിന്റെ അകത്തോട്ട് കയറിയാൽ ഒരു ടിൻ പോലും ഇല്ലാതെ മുഴുവൻ ഒഴുകിപ്പോയവരുണ്ട്. കർത്താവ് റിസ്റ്റോററാണ്, അവിടുന്ന് പുതുക്കി പണിയുന്നവനാണ്. അവിടുത്തേക്ക് അസാധ്യമായതൊന്നുമില്ല. യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരെയും കർത്താവ് തൊടണമേ. ഒരാൾ പോലും ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കരുത്. അവിടുത്തെ കരം നീട്ടുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ക്യാമ്പുകളിലൊക്കെ ഉള്ളവരുണ്ട്. അവരുടെ വീട്ടുകളിൽ നിന്ന്, അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് ഒക്കെ ഇറങ്ങിത്തിരിച്ച് അവർ ക്യാമ്പുകളിലൊക്കെ ദുരിതം അനുഭവിക്കുന്നവരും വേദന അനുഭവിക്കുന്നവരും ഉണ്ട്. കർത്താവ് യേശുവിന്റെ നാമത്തിൽ അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവ്
ഓരോരുത്തരെയും തൊടണമേ, ഓരോ വീടുകളെയും തൊടണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടവർ, നോക്കുക, തന്റെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട് വളരെ വേദനയോടെ ഇരിക്കുന്നവരുണ്ട്. ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ജീവൻ നഷ്ടപ്പെട്ട ചില ജീവിതങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ വീടുകളെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ വേദനയിൽ ആ ലാസറിന്റെ വീട്ടിലേക്ക് കർത്താവ് കടന്ന് ചെന്നപ്പോൾ ആ വഴിവക്കിൽ ആ മാർത്തയും മറിയയും ചേർത്ത് പിടിച്ച് യേശു കണ്ണുനീർ വാർത്തു. യേശു അവിടെ കരഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. ചേർത്ത് പിടിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, അവരുടെ പ്രതിസന്ധികളിൽ നീയാണ് ഏറ്റവും നല്ല തുണ, നീയാണ് ഏറ്റവും നല്ല ആശ്വാസകൻ. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ കർത്താവ് ആ ദൈവികമായ സമാധാനം ഹൃദയങ്ങളിൽ വാഴേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വീടുകളെയും അവിടുന്ന് സ്പർശിക്കണമേ. അനുഗ്രഹിക്കുകയാണ്. നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ആ വിഷയത്തിൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ പകരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് ഈ ദിവസം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ഡോണ്ട് ക്വിറ്റ്, ഡു നോട്ട് ക്വിറ്റ്. ഓടിപ്പോകരുത്. വേഗത്തിൽ ഒരു വിഷയം കാണുമ്പം കർത്താവിന്റെ ഡോണ്ട് ഫോർഗെറ്റ് ഹിം. കർത്താവ് മറക്കരുത്. കർത്താവ് ഉണ്ടെന്നുള്ള ഇത് മറക്കരുത്. ആ പ്രതിസന്ധിക്കകത്ത് കർത്താവ് he will be definitely there for you. And രണ്ടാമത്തെ കാര്യം, what I can do for you, what I will receive എന്നുള്ളതല്ല, what I can give, what I can do for the kingdom of God. ആ ഒരു ഫോക്കസിൽ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോയി you will lack nothing in your life. So God bless you. God bless you. Have a wonderful day. And share the video also. വീഡിയോ ഷെയർ ചെയ്യണം. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിങ് ഫോർ മെനി പീപ്പിൾ. ഇത് ഹൃദയം മുറിവേറ്റിരിക്കുന്ന ഒരാളുടെ അടുത്തായിരിക്കും നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഈ വീഡിയോ ചെയ്തത്. സോ ഷെയർ ഇറ്റ് ടു ദ മാക്സിമം. ഗോഡ് ബ്ലെസ് യു.